ഹായ് ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജസീറാസ് ചാനൽ. അപ്പോൾ ഇനി നമ്മൾ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ നമ്മുടെ ഗ്രൂം ബ്രദേഴ്സിന്, അതായത് മാപ്പിളമാർക്ക് ഒരു സ്പെഷ്യൽ ഒരു സർപ്രൈസ് ആയിട്ടൊരു ഗ്രൂം ടു ബി നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. അതിൻ്റെ ഒരുക്കത്തിലാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ അവനെ സർപ്രൈസായിട്ട് അമ്മമ്മാൻ്റെ വീട്ടിൽ, അതായത് നമ്മുടെ തറവാട്ടിലേക്ക് എത്തിക്കുക. അതാണ് പ്ലാന്. എന്നിട്ട് നമ്മൾ സാധാരണ പോലെ അടിച്ചു പൊളിക്കുക. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് വോയിസ് കേൾക്കാം. ഞാൻ അമ്മാൻ്റെ വീട്ടിലാണ്, അതുകൊണ്ട് കുട്ടികളുടെയും വണ്ടീൻ്റെയൊക്കെ വോയിസൊക്കെ കേൾക്കാം. അതൊന്ന് ഇഗ്നോർ ചെയ്തോളി. നമ്മൾ ഇവിടെ ഒരു വലിയൊരു കർട്ടൻ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ആ കർട്ടൻ നമ്മൾ അമ്മമ്മാൻ്റെ വീട്ടിൽ ഈ കാർ പോർച്ചിൽ ഇങ്ങനെ എൽ ഷേപ്പിൽ ഇതാക്കിയിട്ട് അതിൽ ഗ്ലിറ്ററിൻ്റെ കർട്ടൻ ഉണ്ടല്ലോ, അതും പിന്നെ ബലൂൺസൊക്കെ വെക്കണം എന്നാണ് നമ്മളുടെ പ്ലാന്. പിന്നെ ഗ്രൂം ടു ബീൻ്റെ ബലൂൺസ് നമ്മുടെ കയ്യിൽ പിടിക്കണം എന്നാണ് നമ്മുടെ പ്ലാന് സക്സസ്ഫുൾ ആവുമോ എന്ന് അറിയണ്ടായിരുന്നില്ല ആ സമയത്ത്. പക്ഷെ പ്ലാൻ സക്സസ്ഫുൾ ആയിണ്ടായിരുന്നില്ല. ബലൂണൊക്കെ വഴിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബലൂണൊക്കെ എല്ലാ ബലൂണും കാറ്റത്ത് പറന്നു പോയി, എല്ലാം കുളമായിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് വഴിയെ വീഡിയോയിൽ കാണും. നമ്മൾ ഈ ഡെക്കറേഷൻ ചെയ്യണതിൻ്റെ ഇടയിൽ നമ്മുടെ കോയമ്പത്തൂരുള്ള പെരിയമ്മൻ്റെ മക്കളും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു രാവിലെ. അവരൊക്കെ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ കർട്ടൻ വിരിച്ചു കഴിഞ്ഞു. കർട്ടൻ മാത്രമേ ഇതായി കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ബലൂണ് നിറയ്ക്കണം, ബലൂണിൽ കാറ്റ് നിറയ്ക്കണം, അത് കഴിഞ്ഞിട്ട് അത് ഒട്ടിക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. നമ്മളിങ്ങനെയാണ് സെറ്റപ്പ് ചെയ്ത് വെച്ചത്. അത് അവസാനം ഏത് കോലത്തിലായി എന്ന് നിങ്ങൾ തന്നെ കണ്ടറിഞ്ഞോളൂ. പിന്നെ ഞാൻ ഗ്രൂം ടു ബീൻ്റെ ബലൂൺ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് വീർപ്പിച്ചെടുത്തു. ഇതൊക്കെ വീർപ്പിച്ച് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴേക്കും സമയം ഒരുപാട് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മമ്മാൻ്റെ വീട്ടിൽ നിന്ന് വേഗം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ പോയി കുളിച്ച് റെഡിയായിട്ട് വന്ന് നെയ്ഹാനെ റെഡിയാക്കിയിട്ട്, നെയ്ഹാൻ്റെ ഹെയർ സ്റ്റൈൽ ഉണ്ട്, എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടോ? പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ്. എൻ്റെ വീട്ടിലേക്കും എൻ്റെ അമ്മമ്മാൻ്റെ വീട്ടിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ്. എന്താ വെച്ചാൽ ഞാൻ മറവി വേറൊന്നുമല്ല, മറവി കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ്. കണ്ണാടി എടുക്കാൻ മറന്നു, ചാർജർ എടുക്കാൻ മറന്നു, അങ്ങനെ കുറേ മലർക്കൊടിയ പാട്ട് പാടുന്ന ആരും പാട്ട് പാടണ്ട. നമ്മുടെ ഹാലി പാട്ട് പാടും, അടുത്തത് സെമിയായിട്ട് പാട്ട് പാടും. മൈക്ക് ടെസ്റ്റിംഗ് ഒന്നും ചെയ്യണ്ട, മര്യാദയ്ക്ക് പാട്ട് പാടും. ഞാൻ പാടുമ്പോൾ ആരും പരിഹസിക്കരുത്. ഹലോ, പാട്ട് അത് ഓഫായി. പാട്ട് ഞാൻ പറഞ്ഞില്ലേ, കാറ്റത്ത് അതങ്ങനെ പാറിപ്പറന്നെല്ലാം കേടുവന്നു. അത് പിന്നെ നമ്മുടെ താത്തമാർ റെഡിയാക്കുകയാണ്, ഞാൻ റെഡിയാവാൻ പോയിരുന്ന സമയത്ത്. പിന്നെ നമ്മൾ എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സിലാണ് കേട്ടോ. എല്ലാവരും മാമ അപ്പോൾ പോയി മാറ്റിയിട്ട് വരും. എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സിലാണ് ഡ്രസ് കോഡ് ചെയ്തിരിക്കുന്നത് ഗ്രൂം ടു ബിക്ക്. പിന്നെ ഈ ചിരിയും കളിയൊക്കെ സിസ്റ്റേഴ്സ് കൂടി ഉണ്ടാവുമല്ലോ. എനിക്ക് സിസ്റ്റേഴ്സായിട്ട് ഇവർ മാത്രമേ ഉള്ളൂ. എനിക്ക് കൂടെ പിറന്നത് എൻ്റെ ബ്രദറില്ലേ, സിസ്റ്റേഴ്സായിട്ട് ഇവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അതിൻ്റേതായിട്ട് ചിരിച്ച് കളിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ കുട്ടികളുടെ വക ഡാൻസും. പിന്നെ
പാലക്കാട് നിന്ന് അവർ ഇറങ്ങി, അവരിവിടെ എത്താനായി, ഇനി ഒരു 5 മിനിറ്റിൽ ഇവിടെ എത്തുമെന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മളെല്ലാവരും പുറത്തിറങ്ങി, സ്പീക്കറും പുറത്തിറക്കി. പിന്നെ കുറച്ച് റിഹേഴ്സലായിരുന്നു, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരങ്ങനെ അവരെത്തിയിട്ടുള്ള ബാക്കി നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അവരിങ്ങോട്ട് വരുമ്പോൾ അവർക്കറിയില്ല ഇവിടെ അവർക്കുള്ള ബമ്പം പണിയാണെന്ന്. പക്ഷേ അവരിവിടെ വന്ന് എത്തിയിട്ട് ടോട്ടൽ കിളി പോയ അവസ്ഥ, സർപ്രൈസിൻ്റെ അങ്ങേയറ്റം. ഇത്ര കളറാക്കുന്നു ഞങ്ങൾ ഇത്ര കളറാക്കുന്ന അവർ വിചാരിച്ചത് പോലും ഉണ്ടാവില്ല. പിന്നെ പാട്ടും ഡാൻസും ഒപ്പനയും എല്ലാം കഴിഞ്ഞ് നമ്മൾ കേക്ക് മുറിക്കാനെത്തി. കേക്ക് മുറിച്ച് എല്ലാവരും ഗ്രൂംസിനും കൊടുത്ത്, ഗ്രൂംസ് ഞങ്ങൾക്കും തന്ന് അവരങ്ങനെ കേക്ക് കഴിച്ച് മപ്പായി. നീ കൊടുക്ക്, കേക്ക് കൊടുക്ക്, ഞാൻ നീ കൊടുക്കുതാ. അങ്ങനെ കേക്കൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് പിന്നെ അവരെ നമ്മൾ അമ്മമാനെ കാണണം പറഞ്ഞിട്ടാണ് അവർ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അമ്മമാനെ കാണിക്കാനായിട്ട് ഉള്ളിൽ കയറ്റിയിട്ട് അടുത്തത് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. ഇതാരാന്നറിയോ? ഇത് എൻ്റെ അനിയനാണ് കേട്ടോ, എൻ്റെ അതേ പ്രായമുള്ള എൻ്റെ അനിയൻ. പിന്നെ നമ്മൾ കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് നല്ല നെയ്ച്ചോറും ചിക്കൻ കുറുമയും മല്ലിത്തള ചട്നി ഉണ്ടായിരുന്നു. എല്ലാവരും കഥകളും ഒക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് എല്ലാവരും ഭക്ഷണം വയറ് നിറച്ചു കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചതിന് നമ്മളെല്ലാവരും കൂടി കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരുന്നു.
സംസാരം വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കായിരുന്നു. അടുത്ത ആട്ടത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കുറച്ച് നേരം സംസാരിച്ച് റെസ്റ്റ് എടുക്കായിരുന്നു കേട്ടോ. ബാക്കിൽ കുറച്ച് സൗണ്ട് വരും, അത് ക്ഷമിക്കുക. സൗണ്ട് കൂട്ടി പാടി. കുറച്ചേരം പാട്ട് പാടി, ഇനി കുറച്ചേരം ഡാൻസ് ആണല്ലോ. എല്ലാം കൂടി നമ്മൾ ഡാൻസ് റിഹേഴ്സലിന് വേണ്ടി തുടങ്ങിയതാണ്. പിന്നെ അതങ്ങനെ എല്ലാം കൂടിയിട്ട് അങ്ങനെ ഡാൻസിൻ്റെ 5 കളിയായി. നമ്മൾ മൈലാഞ്ചി അന്നേക്കോ റിസപ്ഷനോ അങ്ങനെ എങ്ങനെയെങ്കിലും ഡാൻസ് കളിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യവരുണ്ടല്ലോ, പിന്നെ നടുവിൽ നിർത്തിയിട്ട് ഡാൻസ് കളിക്കാൻ പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇവരെല്ലാം കൂടി ഡാൻസിന് അങ്ങനെ കൂത്ത് മറിച്ച് ഇപ്പം ആലോചിക്കുമ്പോഴാർക്കും എനിക്ക് ചിരി നിൽക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഡാൻസ് കളിച്ച് ഒരുമാതിരി നമ്മൾ എന്താ പറയുക, അത്രയ്ക്കും ഫണ്ണായിട്ടുള്ളൊരു സമയമായിരുന്നു ഇതൊക്കെ. ഡാൻസും പാട്ടും കഴിഞ്ഞു. വൈകുന്നേരം ആയപ്പോൾ അവർ ഇറങ്ങുകയും ചെയ്തു. അവരും പോയി. പിന്നാലെ ഓരോരുത്തരായി ദൂരം നിന്ന് വന്ന് ഓരോരുത്തരായി പോയും തുടങ്ങി. പിന്നെ വീട്ടിലുണ്ടായിരുന്നത് നമ്മൾ സ്ഥിരം ഉള്ള ആൾക്കാർ മാത്രം. അപ്പോൾ അത്രേ ഉള്ളൂ. ഒരു കുട്ടി വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് വലിയ വീഡിയോ, നല്ല രസമുള്ള വീഡിയോ, നല്ല അടിച്ച് പൊളിച്ച വീഡിയോ. ഗ്രൂം ടൂബിൻ്റെ നമ്മൾ സിസ്റ്റേഴ്സ് റോക്ക് ചെയ്ത വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.